പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇന്ന് കേരളം വ്യാപകമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട വിഷയം എറണാകുളം ജില്ലയിലെ ഒരു CPM MLA-യും എറണാകുളം ജില്ലയിലെ തന്നെ CPM-ന്റെ ഒരു വനിതാ നേതാവും ഇടപെട്ടിട്ടുള്ള ഒരു സ്ത്രീവിരുദ്ധ വിഷയമാണ്. സ്ത്രീവിരുദ്ധ വിഷയം എന്നല്ല, ഒരു ലൈംഗിക ആരോപണ വിഷയമാണ്. ആ വിഷയം ആദ്യമായി പൊതുമണ്ഡലത്തിൽ എത്തുന്നത് ഞാൻ ചെയ്ത ഒരു വീഡിയോയിലൂടെയാണ്. അതിൻ്റെ വിശദാംശങ്ങൾ അതിൻ്റെ ആ വീഡിയോയിലുണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ അതുമായി ബന്ധപ്പെട്ട് വേറൊരു വീഡിയോ ചെയ്തു, അതിലും അതിൻ്റെ വിശദാംശങ്ങൾ ഉണ്ടായിരുന്നു. മൂന്നാമതായി ഞാനൊരു വീഡിയോ ചെയ്തു, അതും ഇപ്പോൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഞാനിത് 4ാമത്തെ വീഡിയോ ആണ്. ആ 3ാമത്തെ വീഡിയോയിൽ ഞാൻ ഷൈൻ ടീച്ചർ എന്ന് പറയുന്ന എറണാകുളത്തെ CPM-ന്റെ ഒരു പ്രധാനപ്പെട്ട വനിതാ നേതാവിനോട് ആദ്യം ഒരു ചോദ്യം ചോദിച്ചിരുന്നു. അത് ശ്രീമാൻ ഉമ്മൻചാണ്ടിയെ അറിയുമോ നിങ്ങൾ എന്നായിരുന്നു. ആ ചോദ്യം ചോദിച്ചപ്പോൾ ഞാൻ ഷൈൻ ടീച്ചറോട് ഇനിയും ഞാൻ ഷൈൻ ടീച്ചറോട് ചോദ്യങ്ങൾ ചോദിക്കും എന്ന് പറഞ്ഞിരുന്നു. അതുകൊണ്ട് ആ സീരീസിലെ 2ാമത്തെ ഒരു സെറ്റ് ചോദ്യങ്ങൾ ഞാൻ ഷൈൻ ടീച്ചറോട് ചോദിക്കുകയാണ്. അതിന് പ്രധാനപ്പെട്ട കാരണം ഷൈൻ ടീച്ചർ ഇറക്കിയ ഒരു പത്രപ്രസ്താവനയാണ്. സ്ത്രീ വിരുദ്ധതയുടെ ജീർണിച്ച രാഷ്ട്രീയത്തെ കേരളം പരാജയപ്പെടുത്തുക തന്നെ ചെയ്യുന്നത്. എൻ്റെ ഉമ്മൻചാണ്ടിയുമായി ബന്ധപ്പെട്ട വീഡിയോയിൽ ഞാൻ അതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഞാൻ വായിച്ചിരുന്നു. അതുകൊണ്ട് ഞാൻ അത് കൂടുതൽ വായിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ ആ പ്രസ്താവനയിൽ സ്ത്രീ വിരുദ്ധത, അതുപോലെ തന്നെ ധാർമ്മികത, അതുപോലെ തന്നെ ഇതുപോലുള്ള അപവാദ പ്രചരണങ്ങൾ, അതിനെയൊക്കെ നമ്മൾ കരുതിയിരിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ ശക്തമായിട്ടുള്ള ചില ആഹ്വാനങ്ങൾ ഷൈൻ ടീച്ചർ ആ പ്രസ്താവനയിൽ നടത്തുകയുണ്ടായി. അപ്പോൾ അതിന് മറുപടിയായിട്ടാണ് ആദ്യം ഞാൻ ഉമ്മൻചാണ്ടി എന്ന് പറഞ്ഞ മനുഷ്യനെ കുറിച്ചിട്ട് ആദ്യം ഞാൻ ചോദിച്ചത്. ഈ വീഡിയോയിൽ എനിക്ക് ചോദിക്കാനുള്ളത് ഷൈൻ ടീച്ചറിന്റെ പാർട്ടിക്കകത്ത് നടന്ന സ്ത്രീ പീഡന ആരോപണങ്ങളെ കുറിച്ചിട്ടാണ്. കാരണം ധാർമ്മികതയെക്കുറിച്ചിട്ടും ഇതുപോലുള്ള ജീർണതയെക്കുറിച്ചിട്ടും ഒക്കെ ഷൈൻ ടീച്ചർ വാചാലയാവുമ്പോൾ CPM-നകത്ത് നടന്ന ഇതുപോലെയുള്ള ലൈംഗിക പീഡന ആരോപണങ്ങളെ കുറിച്ചിട്ടും ഷൈൻ ടീച്ചറിന് മറുപടി ഉണ്ടാവണ്ടേ? അത് രണ്ടുകൊണ്ട് ഞാൻ വിശദമായി ചോദിക്കാൻ പോവുകയാണ് ഈ വീഡിയോയിൽ. ആദ്യമായി എനിക്ക് ചോദിക്കാനുള്ളത് ഷൈൻ ടീച്ചറിന്റെ ജില്ലയായിട്ടുള്ള എറണാകുളം ജില്ലയിൽ ദീർഘകാലം CPM-ന്റെ ജില്ലാ സെക്രട്ടറി ആയിരുന്ന, CPM-ന്റെ സംസ്ഥാന കമ്മിറ്റി അംഗമായിരുന്ന സഖാവ് ഗോപി കോട്ടമുറിക്കലുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന ആരോപണത്തെ കുറിച്ചിട്ട്. ഗോപി കോട്ടമുറിക്കൽ എന്ന് പറയുന്നത് എറണാകുളം ജില്ലയിലെ CPM-ന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കേഡറാണ് എന്നാണ് എൻ്റെ ഒരു സുഹൃത്ത് എന്നോട് പറഞ്ഞത്. കൊടിയ പോലീസ് മർദ്ദനങ്ങൾക്കൊക്കെ വിധേയനായിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കേഡറാണ് ഗോപി കോട്ടമുറിക്കൽ. ആ ഗോപി കോട്ടമുറിക്കലുമായി ബന്ധപ്പെട്ട് ഒരു അതിഗുരുതരമായിട്ടുള്ള ലൈംഗിക പീഡന ആരോപണം ഉയർന്നു വന്നിരുന്നു. ആ സമയത്ത് ഷൈൻ ടീച്ചർ ഈ പാർട്ടിയിൽ ഉണ്ടാവും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്തായിരുന്നു ആരോപണം? ആരോപണം എന്ന് പറയുന്നത് ഗോപി കോട്ടമുറിക്കൽ എന്ന് പറയുന്ന CPM-ന്റെ സമുന്നത നേതാവ് CPM-ന്റെ ജില്ലാ സെക്രട്ടറി ആയിരുന്നപ്പോഴാണെന്നാണ് എൻ്റെ ഓർമ്മ. അദ്ദേഹം സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പർ ആയിരുന്നു. ആ സമയത്ത് അദ്ദേഹം CPM-ന്റെ തന്നെ എറണാകുളം ജില്ലയിലെ ഒരു പ്രമുഖ വനിതാ നേതാവുമായി CPM-ന്റെ ജില്ലാ കമ്മിറ്റി ഓഫീസായിട്ടുള്ള ലെനിൻ സെന്ററിൽ വെച്ച്, ഓർക്കണം, CPM-ന്റെ ഏറ്റവും ഈ പറഞ്ഞതുപോലെ പരിഭാവനവും പരിശുദ്ധമായിട്ടുള്ള കേന്ദ്രങ്ങളാണ് അവരുടെ പാർട്ടി ഓഫീസുകൾ. PKG സെന്റർ എന്ന് പറഞ്ഞാൽ CPM-ന്റെ ഏറ്റവും പരിഭാവനവും പരിശുദ്ധമായിട്ടൊരു സ്ഥലമാണ്. ഇംഗ്ലീഷിൽ സാങ്ക്ടം സാങ്ക്ടോറം എന്ന് പറയും. CPM-ന്റെ എറണാകുളത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പരിഭാവനമായിട്ടുള്ള ഒരു സ്ഥലമാണ് ലെനിൻ സെന്റർ, അവരുടെ ജില്ലാ കമ്മിറ്റി ഓഫീസ്. ആ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ വെച്ച് സഖാവ് ഗോപി കോട്ടമുറിക്കലും CPM-ലെ തന്നെ എറണാകുളം ജില്ലയിലെ ഒരു പ്രമുഖ വനിതാ നേതാവുമായി നടന്ന ലൈംഗിക ബന്ധം എങ്ങനെയാണ് പുറത്തു വന്നതെന്ന് ഷൈൻ ടീച്ചർക്ക് അറിയാമോ? അറിയാൻ പാടില്ലെങ്കിൽ ഷൈൻ ടീച്ചർ അതിനെ കുറിച്ചിട്ടൊന്ന് അന്വേഷിക്കണം. അത് പുറത്തു കൊണ്ടുവന്നത് കോൺഗ്രസ്സുകാരോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലുമോ അല്ലെങ്കിൽ CPM വിമതരോ ആരെങ്കിലും ആണോ? അല്ല. അത് പുറത്തു കൊണ്ടുവന്നത് CPM-ലെ തന്നെ പ്രമുഖരായിട്ടുള്ള നേതാക്കന്മാരാണ്. ഗോപി കോട്ടമുറിക്കലിനോടൊപ്പം CPM-നകത്ത് പ്രവർത്തിക്കുന്ന പ്രമുഖരായിട്ടുള്ള CPM നേതാക്കന്മാരാണ് വിഷയം പുറത്തു കൊണ്ടുവന്നത്. ഗോപി കോട്ടമുറിക്കലും ഈ സ്ത്രീയുമായിട്ടുള്ള ലൈംഗിക ബന്ധം ഒളിക്യാമറയിലൂടെ പകർത്തിയത് CPM-ന്റെ എറണാകുളം ജില്ലയിൽ തന്നെയുള്ള നേതാക്കന്മാരാണ്. അവരുടെ പേരുകൾ ഞാനിപ്പോൾ പറയുന്നില്ല. അവർ ഒളിക്യാമറയിലൂടെ ഈ ലൈംഗിക ബന്ധത്തിന്റെ ദൃശ്യങ്ങൾ പകർത്തിയത് പാർട്ടി നേതൃത്വത്തിന് കൊടുക്കുമായിരുന്നു. അങ്ങനെയല്ലേ അത് പുറത്തു വന്നത്? അല്ല CPM-ൽ നിന്ന് പുറത്തുള്ള ആരെങ്കിലും കൊണ്ടുവന്നതാണോ? അല്ല. അവസാനം അത് വലിയ വിവാദമായി.
ഗോപി കൊട്ടിമുറിക്കലിന് പുറത്തു പോകേണ്ടി വന്നു. അവസാനം അതെങ്ങനെയാ എന്തിനാ കലാശിച്ചത്? ഗോപി കോട്ടമുറിക്കൽ പാർട്ടിയിലേക്ക് തിരിച്ചു വന്നു. ഗോപി കോട്ടമുറിക്കലിനെതിരെ നടപടി എടുത്തതുപോലെ തന്നെ ഈ ഒളിക്യാമറ ദൃശ്യങ്ങളിൽ പകർത്തിയ CPM നേതാക്കന്മാർക്കെതിരെ നടപടി വന്നു. ഇതിനെക്കുറിച്ചിട്ട് ഷൈൻ ടീച്ചർ അറിഞ്ഞിട്ടുണ്ടോ? ഈ സംഭവം നടന്നപ്പോൾ ഷൈൻ ടീച്ചർ ഈ CPM-ന്റെ ഇതുപോലുള്ള സ്ത്രീ വിരുദ്ധതയെക്കുറിച്ചും ജീർണിച്ച രാഷ്ട്രീയത്തെക്കുറിച്ചും ധാർമ്മികതയെക്കുറിച്ചും ഒക്കെ അന്ന് വാദവരാതെ സംസാരിച്ചായിരുന്നു ഷൈൻ ടീച്ചർ? എനിക്കറിയില്ല, അന്ന് ഷൈൻ ടീച്ചറിന്റെ ശബ്ദമൊന്നും ഞാൻ കേട്ടില്ല. അത് ഒന്നാമത്തെ വിഷയം. ഇനി രണ്ടാമത്തെ വിഷയം, പിണറായി വിജയന്റെ ഓഫീസിൽ നിർണായകമായ സ്ഥാനത്തിരിക്കുന്ന ഒരു മനുഷ്യനുണ്ട്. അദ്ദേഹത്തിന്റെ പേരാണ് P. ശശി. അദ്ദേഹത്തെ 2010 CPM-ൽ നിന്ന് പുറത്താക്കിയത് എന്തിനാണ് എന്ന് ഷൈൻ ടീച്ചർക്ക് അറിയാമോ? അറിയാൻ സാധ്യതയില്ല. പക്ഷെ ഞാൻ ഷൈൻ ടീച്ചറോട് പറയുന്നു, സ്ത്രീപീഡന ആരോപണങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് P. ശശിയെ 2010 CPM-ൽ നിന്ന് പുറത്താക്കിയത്. അന്ന് ആ ലൈംഗിക ആരോപണ വിഷയങ്ങൾക്ക് വിധേയനായിട്ടുള്ള P. ശശിയെ ഈ പാർട്ടിയിൽ നിലനിർത്താൻ വേണ്ടി പിണറായി വിജയൻ ശ്രമിച്ചപ്പോൾ VS അച്യുതാനന്ദന്റെ ശക്തമായ ഇടപെടൽ മൂലമാണ് അന്ന് P. ശശിക്ക് ഈ പാർട്ടിയിൽ നിന്ന് പുറത്തു പോകേണ്ടി വന്നത്. P. ശശിക്കെതിരായിട്ടുള്ള ലൈംഗിക പീഡന ആരോപണങ്ങൾ എന്തായിരുന്നു? ഒരു DYFI നേതാവിന്റെ ഭാര്യ അവർ കൊടുത്ത പരാതി, CPM-ന്റെ തന്നെ കണ്ണൂരിൽ നിന്നുള്ള കടുത്ത VS പക്ഷക്കാരനായിരുന്ന ഒരു MLA-യുടെ മകളെ പീഡിപ്പിച്ചതുമായി ബന്ധപ്പെട്ട പരാതി. ഇങ്ങനെ ഒരു 4-5 പരാതികളാണ് P. ശശിക്കെതിരെ അന്ന് ഉയർന്നു വന്നത്. അവസാനം P. ശശി ആ വിഷയങ്ങളിലൊക്കെ കുറ്റമുക്തനാക്കി എന്നാണ് CPM പറയുന്നത്. പക്ഷേ എങ്ങനെ കുറ്റമുക്തനായി? പരാതി കൊടുത്തവർ CPM-കാരായിരുന്നു. അവർ പരാതി പിൻവലിച്ചു ആയിട്ടാണ് നമ്മൾ കേൾക്കുന്നത്. അങ്ങനെയാണ് P. ശശി കുറ്റമുക്തനായത്. കേസിന് പോയപ്പോഴും ഈ പറഞ്ഞതുപോലെ സാക്ഷി മൊഴികളിലൊക്കെ ഉള്ള ദൗർബല്യം കൊണ്ട് P. ശശി കുറ്റമുക്തനായി. അങ്ങനെ സ്ത്രീപീഡന ആരോപണങ്ങളിൽ പാർട്ടിയിൽ നിന്ന് പുറത്തുപോയ ഒരാൾ ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിട്ട് ഇരിക്കുന്നുണ്ട് എന്നുള്ള കാര്യം ഷൈൻ ടീച്ചർക്ക് അറിയാമോ? അറിയില്ലെങ്കിൽ അറിഞ്ഞല്ലേ മതിയാവൂ. പിന്നെ ഷൈൻ ടീച്ചർക്ക് സ്വാധീനമുണ്ടെങ്കിൽ ഈ P. ശശി ഇപ്പോൾ ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നൊന്ന് അറിയുക എന്നുകൂടി എനിക്ക് പറയാനുണ്ട്. അതിൻ്റെ വിവരങ്ങൾ ഞാൻ ശേഖരിക്കുന്നുണ്ട്. അത് ഭാവിയിൽ ഞാനതുമായി ബന്ധപ്പെട്ട് പുറത്തു വരും. അന്ന് P. ശശിയെ പുറത്ത് കളഞ്ഞപ്പോഴും P. ശശിയെ തിരിച്ചു കൊണ്ടുവന്നപ്പോഴൊന്നും ഷൈൻ ടീച്ചറിന്റെ ഈ ധാർമ്മികത ഇങ്ങനെ പൊട്ടിത്തെറിച്ചില്ലല്ലോ. ഷൈൻ ടീച്ചറിന്റെ ജീർണത, ഷൈൻ ടീച്ചറിന്റെ സ്ത്രീ വിരുദ്ധത, ഇതൊന്നും പൊട്ടിത്തെറിച്ചില്ലല്ലോ. അപ്പൊ P. ശശിക്കെതിരായിട്ട് ആരോപണം ഉന്നയിച്ചത് ആരാ? കോൺഗ്രസ്സുകാരാണോ? P. ശശിക്കെതിരെ ആരോപണം ഉന്നയിച്ചത് CPM വിമതരാണോ? അല്ല. ഗോപി കോട്ടമുറിക്കലിന്റെ കാര്യം പറഞ്ഞതുപോലെ P. ശശിയുമായി ബന്ധപ്പെട്ടുള്ള ആരോപണങ്ങളും CPM-ന് അകത്തുനിന്ന് തന്നെ പൊട്ടിമുളച്ച് വന്നതാണ്. ഇനി PK ശശി എന്ന് പറഞ്ഞിട്ട് പാലക്കാട് ഒരു നേതാവിനെതിരെ ആരോപണം വന്നില്ലേ? ലൈംഗിക ബന്ധത്തിന്റെ തീവ്രത അളക്കുന്ന പണികൾ ചെയ്തില്ലേ അന്നത്തെ കമ്മിറ്റി? AK ബാലനും PK ശ്രീമതിയും കൂടി. PK ശശിക്കെതിരായിട്ട് ആരോപണം ഉയർന്നു വന്നത് പാർട്ടിക്ക് പുറത്തുനിന്നാണോ? ആണോ? P. ശശിക്കെതിരെ ആരോപണം ഉന്നയിച്ചത് പാലക്കാട് ജില്ലയിലെ ഒരു ഉന്നത DYFI നേതാവല്ലേ, വനിതാ നേതാവല്ലേ? അവരല്ലേ ആരോപണം ഉന്നയിച്ചത്? അതിനെക്കുറിച്ച് അന്വേഷിച്ചു. ഇപ്പോൾ P. ശശി എവിടെ ഇരിക്കുന്നത്? P. ശശി പാർട്ടിയിൽ തന്നെ ഇരിക്കുകയല്ലേ? അപ്പൊ ഇടയ്ക്കൊന്ന് ചോദിക്കാനുള്ളത്, ഗോപി കോട്ടമുറിക്കലിനെതിരെ ആരോപണം വന്നു. ഗോപി കോട്ടമുറിക്കൽ ഇപ്പോൾ എവിടെ ഇരിക്കുന്നു? പാർട്ടിക്കകത്തിരിക്കുന്നു. P. ശശിക്കെതിരായ ആരോപണം വന്നു, പാർട്ടിയിൽ നിന്ന് പുറത്തു പോയി, പക്ഷേ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയി തിരിച്ചു വന്നു. PK ശശിക്കെതിരെ ആരോപണം ഉണ്ടായി, അന്വേഷിച്ചു. PK ശശി ഇപ്പോഴും ഇരുന്നിടത്ത് തന്നെ അമർന്നിരിക്കുന്നു. എന്തെങ്കിലും നടപടി ഉണ്ടായിട്ടുണ്ടോ ഷൈൻ ടീച്ചറെ? ഷൈൻ ടീച്ചർ ഇതൊക്കെ കണ്ടിട്ടുണ്ടോ? അന്ന് എന്താണ് ഷൈൻ ടീച്ചറിന്റെ ഈ ധാർമ്മികത, ഷൈൻ ടീച്ചറിന്റെ ഈ പറഞ്ഞ പോലെ ജീർണത, CPM പിന്നെ ജീർണിച്ച കേരള സമൂഹം, സ്ത്രീ വിരുദ്ധത, ഇതൊന്നും ഇങ്ങനെ പൊട്ടിമുളയ്ക്കാതിരുന്നത് എന്തുകൊണ്ടാണ്? ഇനി ഈ മന്ത്രിസഭയുമായി ബന്ധപ്പെട്ടുകൊണ്ട് മന്ത്രിസഭയിൽ ഇരിക്കുന്ന KP ഗണേഷ് കുമാർ, അയാളുടെ സ്ത്രീ വിരുദ്ധത എന്താണ് ഷൈൻ ടീച്ചർ കാണാത്തത്? അയാൾക്ക് സോളാർ പരാതിക്കാരിയിൽ ഒരു കുട്ടി ഉണ്ടായിരുന്നുവെന്ന് CBI അന്വേഷണ റിപ്പോർട്ടിൽ എഴുതി വെച്ചിരിക്കുന്നത് ഷൈൻ ടീച്ചർ എന്താ കാണാത്തത്? അത് കാണാൻ ഷൈൻ ടീച്ചറുടെ കണ്ണില്ലേ? അതോ കണ്ണ് അടച്ചിരിക്കുകയാണോ? അയാൾ ഇന്ന് നിങ്ങളുടെ അനിഷേധ്യ നേതാവ് പിണറായി വിജയന്റെ കൂടെ മന്ത്രിസഭയിൽ ഇരിക്കുകയല്ലേ, ട്രാൻസ്പോർട്ട് മന്ത്രിയായിട്ട്? അതെന്താണ് ഷൈൻ ടീച്ചർ കാണാത്തത്? ഇനി ഷൈൻ ടീച്ചറുടെ പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗമായിട്ടുള്ള കടകംപള്ളി സുരേന്ദ്രൻ, ആ കടകംപള്ളി സുരേന്ദ്രനെ കുറിച്ചിട്ട് സ്വപ്ന സുരേഷ് പൊതുമണ്ഡലത്തിൽ പറഞ്ഞിട്ടുള്ള വളരെ നാണം കെട്ട പരിഹാസ്യമായിട്ടുള്ള കാര്യങ്ങൾ ഞാനത് വീണ്ടും ഇവിടെ ആവർത്തിക്കുന്നില്ല. അതെന്താണ് ഷൈൻ ടീച്ചർ കാണാത്തത്? അതിൽ മന്ത്രിയായിരുന്നപ്പോൾ ചെയ്ത ഏറ്റവും വൃത്തികെട്ട കാര്യങ്ങൾ അത് കാണാൻ ഷൈൻ ടീച്ചറിന് കണ്ടില്ല. തോമസ് ഐസക്കിനെ കുറിച്ച് സ്വപ്ന സുരേഷ് പറഞ്ഞു, അപ്പോഴും ഷൈൻ ടീച്ചർ കണ്ടില്ല, അറിഞ്ഞില്ല. അന്ന് സ്പീക്കറായിരുന്ന ശ്രീരാമകൃഷ്ണനെ കുറിച്ചിട്ട് അവർ പറഞ്ഞു, അതും ഷൈൻ ടീച്ചർ കണ്ടില്ല. മുകേഷ് എന്ന് പറഞ്ഞ കൊല്ലം MLA ഉണ്ട്, അയാളുടെ കാര്യത്തിൽ സ്ത്രീപീഡന ആരോപണത്തിൽ കുറ്റപത്രം കൊടുത്തിരിക്കുകയാണ്, അതും ഷൈൻ ടീച്ചർ കാണുന്നില്ല. ഇതൊന്നും കാണാതെ ഒരാരോപണം വന്നപ്പോൾ
ആ ആരോപണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർ രംഗത്ത് വരികയാണ്. അതിന് ആരാണ് ഉത്തരവാദി? അവരെന്തിനാണ് രംഗത്ത് വന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അവർക്കെതിരെ ആരോപണങ്ങൾ ആരും ഉന്നയിച്ചിട്ടില്ല. ഇനി ആരോപണം ഉന്നയിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അതിനെതിരെ നിയമ നടപടി സ്വീകരിക്കല്ലേ ചെയ്യേണ്ടത്? പുറത്തു വന്ന് പത്രസമ്മേളനം നടത്തുകയാണ് ചെയ്യുന്നത്. അത് അവരുടെ സ്വാതന്ത്ര്യം, അതവിടെ നിന്നോട്ടെ. പക്ഷെ എനിക്ക് പറയാനുള്ളൊരു കാര്യം ഇത് മാത്രമേ ഉള്ളൂ. സ്ത്രീപീഡന ആരോപണങ്ങൾ CPM-ന്റെ നേതാക്കന്മാരുമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോൾ അത് ഷൈൻ ടീച്ചർ കാണുന്നില്ല. ഏത് സ്ത്രീപീഡന ആരോപണം CPM-ന്റെ നേതാക്കന്മാർക്കെതിരെ വന്നാലും അവർ കുറ്റമുക്തരാകുന്നു, അവർ പഴയ സ്ഥാനത്തേക്ക് വരുന്നു. അത് ഷൈൻ ടീച്ചർ കാണുന്നില്ല. തെളിവുകൾ ഒരുപാടുള്ള വിഷയങ്ങളിലും ഇതുപോലെ വരുന്നൊന്നും ഷൈൻ ടീച്ചർക്ക് കാണാൻ കണ്ണില്ല. അതുകൊണ്ട് ഇത് ഇരട്ടത്താപ്പാണ് എന്ന് ഷൈൻ ടീച്ചർ മനസ്സിലാക്കുക. പിന്നെ CPM നേതാക്കന്മാരുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്ന ലൈംഗിക ആരോപണങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിശദാംശങ്ങളെല്ലാം CPM-കാർ തന്നെയാണ് പിന്നെ അത് പരസ്യപ്പെടുത്തുന്നത് എന്ന് മനസ്സിലാക്കുക. ഇനിയും ഒരുപാട് വിഷയങ്ങളുണ്ട്. ആ വിഷയങ്ങളൊക്കെ പുറത്തു വരും. അതിലൊന്നും പിന്നെ ആർക്കും തടയാൻ പറ്റില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. തടഞ്ഞു വെക്കാൻ ആർക്കും കഴിയില്ല എന്ന് ഷൈൻ ടീച്ചർ മനസ്സിലാക്കുക. രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ രാഹുൽ മാങ്കൂട്ടം തെറ്റ് ചെയ്തു എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. രാഹുൽ മാങ്കൂട്ടത്തിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഈ ആരോപണം വന്നു എന്നും പറഞ്ഞാൽ എൻ്റെ അടുത്ത് കേൾക്കില്ല. കാരണം രാഹുൽ മാങ്കൂട്ടം അഹങ്കാരിയായിട്ടുള്ളൊരു ചെറുപ്പക്കാരനാണെന്ന് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആരോപണം വരുന്നതിന് മുമ്പ് പറഞ്ഞിട്ടുള്ള വ്യക്തിയാണ് ഞാൻ. അയാളൊരു താൻ പ്രമാണിയാണ്, അയാളൊരു അഹങ്കാരിയാണ്, അയാൾക്ക് രാഷ്ട്രീയ ബോധമില്ല എന്ന് പറഞ്ഞിട്ടുള്ള ആളാണ് ഞാൻ. ഇപ്പൊ രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട് സ്ത്രീപീഡന ആരോപണം വരുമ്പോൾ രാഹുൽ മാങ്കൂട്ടം കുറ്റം ചെയ്തിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. പക്ഷെ രാഹുൽ മാങ്കൂട്ടം കുറ്റം ചെയ്തു എന്ന് വിശ്വസിക്കുന്ന ആളാണെന്നുള്ളത് കൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ആരോപണങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട് എന്നും പറഞ്ഞ് പിന്നെ CPM-മായി ബന്ധപ്പെട്ട ഒരു ആരോപണം ഉയർന്നു വരാൻ പാടില്ല എന്നൊന്നും പറഞ്ഞാൽ നടക്കില്ല ഷൈൻ ടീച്ചർ. അതുകൊണ്ട് ഷൈൻ ടീച്ചർക്ക് നിയമ നടപടി സ്വീകരിക്കാനുള്ള എല്ലാ സ്വാതന്ത്ര്യവുമുണ്ട്. അത് ഷൈൻ ടീച്ചർ ചെയ്യുക തന്നെ വേണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഷൈൻ ടീച്ചർക്കെതിരെ തെറ്റായ പിന്നെ പ്രചരണങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ അതിനെതിരെ ഷൈൻ ടീച്ചർ നിയമ പോരാട്ടം നടത്തുക തന്നെ വേണം. പക്ഷെ അതൊന്നും ഏകപക്ഷീയമായി പോകരുത്. സ്ത്രീവിരുദ്ധതയെക്കുറിച്ചും ജീർണതയെക്കുറിച്ചും അധാർമികതയെക്കുറിച്ചിട്ടും ധാർമ്മികതയെക്കുറിച്ചിട്ടും ഒക്കെ പറയുമ്പോൾ അത് ചിലരെക്കുറിച്ച് മാത്രമായി പോകരുത്. ചിലരെക്കുറിച്ച് പറയുമ്പോൾ കണ്ണടച്ച് വെക്കരുത്. കണ്ണ് തുറന്ന് കണ്ട് കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടിയിട്ട് കഴിയണം. അതിന് ഷൈൻ ടീച്ചർക്ക് കഴിഞ്ഞിട്ടില്ല. അതിൻ്റെ വീഴ്ചയാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഷൈൻ ടീച്ചർ പറയുന്നതിൻ്റെ വിശ്വാസ്യതയൊക്കെ ജനങ്ങൾ തീരുമാനിച്ചോളട്ടെ. ഞാൻ അതിൻ്റെ ഒന്നും വിധി എഴുതാനും ഞാൻ അതിൻ്റെ ഒരു ന്യായാധിപനൊന്നും ആകുന്നില്ല. ഷൈൻ ടീച്ചർ പറയുന്നത് ആളുകൾ കേൾക്കുന്നുണ്ട്, ഞാൻ പറയുന്നത് ആളുകൾ കേൾക്കുന്നുണ്ട്. അതിൽ ശരി ഏതാണെന്ന് ജനങ്ങൾ തീരുമാനിച്ചോളട്ടെ. പക്ഷെ ഇതിലൊക്കെ അന്തിമമായ ഒരു ശരിയും ഒരു സത്യവും ഉണ്ട് എന്ന് ഷൈൻ ടീച്ചർ മനസ്സിലാക്കുക. ഒന്നുമില്ലാതെ ഒരു സംഭവവും നടക്കാതെ ഇങ്ങനെ അന്തരീക്ഷത്തിൽ നിന്ന് ഇങ്ങനെ ഒരു കാര്യം ഒരാൾക്കും ഉയർത്തിക്കൊണ്ടുവരാൻ പറ്റില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അങ്ങനെയുള്ള ഒരു വിഷയങ്ങളിലും ഇതുപോലെ ഇടപെട്ട് സംസാരിച്ചിട്ടില്ല. എനിക്ക് പൂർണ്ണ ബോധ്യമുള്ള വിഷയങ്ങളിലാണ് ഞാൻ ഇടപെട്ടിട്ടുള്ളത്. അതുകൊണ്ട് ഇത് ഷൈൻ ടീച്ചറോട് ഞാൻ ചോദിക്കുന്ന ചോദ്യാവലിയിലെ രണ്ടാമത്തെ ചോദ്യമാണ്. ഇനിയും ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങൾ ഞാൻ വഴിയെ ചോദിക്കും എന്ന് മാത്രമേ എനിക്ക് ഷൈൻ ടീച്ചറോട് ഈ അവസരത്തിൽ സൂചിപ്പിക്കാറുള്ളൂ.